കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വോട്ട് ശതമാനം കൂടി പരിശോധിക്കുമ്പോൾ അവിടെ നമുക്കറിയാം LDF 33.79% വോട്ട് നേടിയപ്പോൾ UDF 32.04% വോട്ട് നേടാൻ സാധിച്ചു. അവിടെയാണ് 1.1%. അതുമാത്രമാണ് UDF-ഉം LDF-ഉം തമ്മിലുണ്ടായിരുന്ന വ്യത്യാസമെങ്കിൽ അവിടെ 2020-ക്കും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു. 27%-ലധികം വോട്ട് നേടാൻ സാധിച്ചു. പലപ്പോഴും NDA മത്സരിക്കുന്ന അല്ലെങ്കിൽ BJP മത്സരിക്കുന്ന ഇടങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ വോട്ട് എന്ന് നമുക്ക് എടുത്തു തന്നെ പറയാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. ഒപ്പം മറ്റു മണ്ഡലങ്ങൾ കൂടി, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് ഒന്ന് കണ്ണോടിച്ചാൽ ഇത് എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ഡലങ്ങളിൽ ആണ് പ്രധാനമായും പോരാട്ടം നടത്തിയത്. അതിൽ കുന്നത്തുനാട് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. പെരുമ്പാവൂരിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു എന്ന് മാത്രവുമല്ല, അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ചിത്ര സുകുമാരനും ഈ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു പെരുമ്പാവൂരിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ കോതമംഗലത്ത് അന്ന് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവ് PJ ജോസഫിൻ്റെ മരുമകൻ ആയിരുന്നു എന്നതാണ്. ജോൺ ജോസഫ് ആയിരുന്നു അവിടെ മത്സരിച്ചത് എന്നതൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് മൂവാറ്റുപുഴയിൽ ആണ്. മൂവാറ്റുപുഴയിലും കരുത്തുറ്റ ഒരു പോരാട്ടം നടത്താൻ സാധിച്ചു എന്ന് മാത്രവുമല്ല, BJP അവിടെ നേടിയതിനേക്കാൾ വോട്ട് മൂവാറ്റുപുഴയിൽ നേടാൻ സാധിച്ചു. മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് CN പ്രകാശ് ആയിരുന്നു മൂവാറ്റുപുഴയിൽ മത്സരിച്ചത്. BJP-യേക്കാൾ കൂടുതൽ വോട്ട് നേടി 3ാം സ്ഥാനത്ത് ആണ് മൂവാറ്റുപുഴയിൽ ഈ 2020 എത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി മറ്റു മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ തന്നെ തൃക്കാക്കരയിലും എറണാകുളത്തും കൊച്ചിയിലും വൈപ്പിനിലും മത്സരരംഗത്ത് 2020 ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൊച്ചിയിൽ മത്സരിച്ചത് ഷൈനി ആന്റണി ആയിരുന്നു, 3ാം സ്ഥാനത്തെത്തി. അതോടൊപ്പം തന്നെ വൈപ്പിനിൽ മത്സരിച്ചത് പ്രൊഫസർ ജോസ് ചക്കാലക്കലായിരുന്നു. എറണാകുളത്ത് ലെസ്ലി പള്ളത്താണ് സ്ഥാനാർത്ഥിയായി എത്തിയത്. തൃക്കാക്കരയിൽ ഡോക്ടർ ടെറി മത്സരത്തിന് രംഗത്ത് എത്തിയപ്പോഴും 3ാം സ്ഥാനത്തേക്ക് എത്തി. ഇങ്ങനെയാണ് ഈ വോട്ടു നിലകൾ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നത് എടുത്തു പറയുന്നു. അതോടൊപ്പം തന്നെ 2020-യെ സംബന്ധിച്ചിടത്തോളം ഈ സൂചിപ്പിക്കുന്നത് പോലെ നിലവിൽ പഞ്ചായത്തുകൾ കൂടി ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പഞ്ചായത്തുകളെക്കുറിച്ചാണ് നേരത്തെ ഡാനി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ കിഴക്കമ്പലവും ഐക്യരനാടും ഈ 2 പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് എത്തുകയും കൃത്യമായ ആധിപത്യത്തോടുകൂടി ഭരണം നടത്തുകയുമാണ് 2020 ചെയ്യുന്നത് എങ്കിൽ തിരുവാണിയൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി പൂത്തൃക്കയിൽ നറുക്കെടുപ്പിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. ഇതിൽ ഡാനി സൂചിപ്പിച്ചു വെച്ച കാര്യമുണ്ടല്ലോ, ഇനി മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർ രാജിവെക്കുമോ എന്നത്. അങ്ങനെ രാജിവെച്ചാൽ തന്നെ അവിടെ BJP-യുടെ മെമ്പർമാരുണ്ടോ എന്നത്, അവർ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അങ്ങനെ ഈ പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ ആ പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിലാകുന്ന ഒരു പശ്ചാത്തലമുണ്ടോ ഡാനി? അഭിലാഷ്, ഇക്കാര്യത്തിൽ ഈ 2020-ക്ക് വളരെ മേൽക്കൈയുള്ള ഒരിടങ്ങൾ ആ കിഴക്കമ്പലം കുന്നത്താട് അഭിലാഷിന് തന്നെ അറിയാവുന്ന ആ ഒരു മേഖലകളുണ്ട്. ഇതിൽ കിഴക്കമ്പലത്തും അതോടൊപ്പം തന്നെ ഐക്യനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിൽ അവർക്ക് ഭീഷണി ഉണ്ടാകുന്നില്ല. തിരുവാണിയൂരൊന്നും വലിയ രീതിയിൽ ഇപ്പോൾ 2020 എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഭീഷണിയിൽ. പക്ഷേ ഇവർ രാജിവെക്കാൻ തയ്യാറായ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നിൽക്കുന്ന കുറച്ച് പേര് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ രാജിവെക്കുക എന്നെല്ലാം വരുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ അത് ആ പ്രതിസന്ധിയെ മുതലെടുക്കാൻ മാത്രമുള്ള ഒരു ശേഷി BJP-ക്ക് അവിടെ ഇല്ല. അംഗബലം പഞ്ചായത്തിനകത്ത് അത് കുറവാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ടോസിലൂടെ നേടി അധികാരത്തിൽ വന്ന ഈ പൂന്തൃക്ക പോലുള്ള ഇടങ്ങളുണ്ട്. അവിടെ 7 സീറ്റ് 2020, 7 സീറ്റ് UDF, 2 സീറ്റ് ഇടതുമുന്നണി എന്ന രീതിയിലാണ് ആ കണക്കുകൂട്ടലുള്ളത്. അന്ന് ഒരേപോലെ വന്നപ്പോൾ ബലാബലം വന്നപ്പോഴേക്കും ടോസ് എടുത്തായിരുന്നു അവിടെ അധികാരത്തിലേക്ക് ഭാഗ്യം കടാക്ഷിച്ചായിരുന്നു പോയിരുന്നത്. അവിടെ ഒരുപക്ഷെ ഒരു മാറി ചിന്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ഇത്തരം കാര്യങ്ങൾ ബാധകമായാൽ ആരെങ്കിലും അതിൽ നിന്ന് വിട്ടുപോരാൻ തയ്യാറായാൽ അതെല്ലാം പാർട്ടിയായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അങ്ങനെ ചില പ്രതിസന്ധികൾ സാങ്കേതികമായി ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത് പലരും വളരെ എതിർത്ത് നിൽക്കുന്ന നിലപാടുണ്ട്. അവർ ഈ സ്ഥാനം രാജിവെക്കുക അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് അവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ വടവുകോട പുത്തൻകുരിശിൽ 2 സീറ്റുകൾ ഒരു സംഘമാണ് 2020-ക്ക് ഉള്ളത്. അവരെ പിന്തുണച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF അവിടെ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇതെല്ലാം ഈ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളാണ്. 3 ഇടങ്ങളിൽ മാത്രമാണ് 2020 അവരൊരു
സമഗ്രാധിപത്യം എന്നെല്ലാം പറയാവുന്ന രീതിയിൽ പഞ്ചായത്തുകളുള്ള മറ്റിടങ്ങളിൽ ഇവർക്ക് വലിയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തൃക്കാക്കര നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരംഗം അവരത് വ്യക്തമാക്കുന്നു. ഞാൻ ആ നിലപാടുകളോട് യോജിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഒരു സ്വതന്ത്ര പാർട്ടി എന്ന രീതിയിലാണ് മുന്നോട്ട് വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ 2020യുടെ ഭാഗമായിട്ട് താൻ തുടരില്ല എന്നവർ പറയുന്നു. എന്താണ് തീരുമാനമെന്ന് വരും ദിവസം പ്രഖ്യാപിക്കാമെന്ന്. അവിടെ ഒരംഗം മാത്രമാണ് അവിടെ ഉള്ളത്, തൃക്കാക്കര നഗരസഭയിലേക്കുള്ളത്. അപ്പോൾ ഇതേപോലെ ബാധിക്കുന്ന ഇടങ്ങളുണ്ട്. ചില ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. പലരും സ്വന്തം ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല. പലരും രാജിവെക്കാൻ അടക്കം തയ്യാറാണ് എന്ന രീതിയിലാണ് പലരെയും സമീപിച്ചിരിക്കുന്നത്, പലരെയും തന്നെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ളത് 2020യുടെ നായകൻ സാബു ജേക്കബിന് വളരെ വലിയൊരു രക്ഷാദൗത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഇതെങ്ങനെയാണ് ഈ പഞ്ചായത്തുകൾ അത് ഏകോപിപ്പിച്ച് പിടിക്കുക, അവർ പുതിയൊരു സമ്പ്രദായമെല്ലാം തന്നെ ഈ അംഗങ്ങൾക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അവർക്ക് ശമ്പളം എന്ന രീതിയിൽ പണം നൽകുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞു. കാരണം ഇവർ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാതെ മുഴുവൻ സമയത്തിലേക്ക് നോക്കുക, അവർക്ക് 2020 അവർക്ക് ശമ്പളം നിശ്ചയിച്ച് നൽകുന്നു എന്നതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയിലാണ് അവിടെ പോകുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്നവരുടെ എണ്ണം അനുദിനം കൂടുന്നുവെന്നാണ്. സാധാരണ പ്രവർത്തകരടക്കമുള്ള ആളുകൾ വരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടിടങ്ങൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്ത് ഭരണങ്ങൾ അത് ഏതെല്ലാം രീതിയിൽ പ്രതിസന്ധിയിലാകുമെന്ന് വളരെ തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അവിടേക്കെല്ലാം തന്നെ ഇവർ രാജിവെക്കുകയാണെങ്കിൽ ചിലർ വളരെ പ്രതിഷേധിക്കുന്നവർ രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകളെല്ലാം തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധിയിലാകാൻ പോകുന്ന ഇടങ്ങളാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ പൂത്തൃക്ക, അതോടൊപ്പം തന്നെ വടവുകോട്, പുത്തൻകുരിശ് പഞ്ചായത്തുകൾ, ഒപ്പം ഇപ്പോൾ ഈ ഐക്കരനാടും തിരുവാണിയൂരും പോലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ കിഴക്കമ്പലത്തുമെല്ലാം തന്നെ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അവരുടെ തീരുമാനം എന്താകും, എങ്ങനെയാകും എന്നതാണ് ഇന്ന് ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് സാബു ജേക്കബ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ ഈ പഞ്ചായത്തുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഐക്യപ്പെടലുണ്ടോ, അതോ ഈ പഞ്ചായത്ത് അംഗങ്ങളെ ഇന്നവിടെ എല്ലാ ശക്തി കാണിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിക്കും, അതെല്ലാം തന്നെ ഇന്ന് നമ്മൾ കാണേണ്ടതാണ്. എന്നാലും വലിയൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് 2020 കടന്നു പോകുന്നത്. അതിൽ സംശയമൊന്നുമില്ല. അവരുടെ നേതാവിൻ്റെ തീരുമാനം ഏകപക്ഷീയമായിരുന്നു എന്ന തുറന്നു പറച്ചിലാണ് പലരും തന്നെ നടത്തുന്നത്. അതങ്ങനെയാണോ അല്ലയോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ തെളിയേണ്ടതും തെളിയിപ്പിക്കേണ്ടതും. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് പുതിയൊരു ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ 2020 കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഒന്നുകൂടി ചേർക്കുന്നു അഭിലാഷ്. കൊച്ചി നഗരസഭയിൽ ഇത്തവണ വലിയ രീതിയിൽ മത്സരിച്ചെങ്കിലും പലയിടത്തും അമ്പെ പരാജയപ്പെട്ട ചിത്രത്തിൽ പോലുമില്ലായിരുന്നു. ഒരു കൂട്ടായ്മയായി ഉയർന്നു വന്ന V4 കൊച്ചിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ മേൽവിലാസം പോലും പുകൾപെറ്റ 2020 ഇവിടെ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും അവിടെ ഡാനി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിലേക്ക് മത്സരിച്ചപ്പോൾ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ്. അവിടെ ചില വസ്തുതകൾ കൂടി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു രൂപീകരണവും അതിൻ്റെ മുന്നോട്ട് പോക്കും എന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെയല്ല. ഇപ്പോൾ BJP, കോൺഗ്രസ്, CPIM, CPI എന്നതൊക്കെ കൃത്യമായ ഒരു രാഷ്ട്രീയ സംഘടനയായി നിലനിൽക്കുകയും ആ രാഷ്ട്രീയ സംഘടന എന്ന നിലയിലേക്ക് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ഒരു സംഘടിതമായ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അതൊരു 24 മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ 24 അവർ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ 2020 അങ്ങനെയല്ല. 2020 എന്നത് ഒരു വ്യവസായിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയാണ് എന്നത് മാത്രവുമല്ല, അതിലിപ്പോൾ ഫുൾ ടൈം പൊളിറ്റീഷ്യന്മാർ ഉണ്ട് എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ 2020 നേരിടുന്ന പ്രതിസന്ധി എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. അതാണ് ഡാനി സൂചിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കൊച്ചി കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നത്. അവിടെ എടുത്തു പറയേണ്ടത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നതാണ്. ഇവിടെ കോർഡിനേറ്റർ എന്ന നിലയിൽ, ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിലൊക്കെ സാബു ജേക്കബ് പ്രവർത്തിക്കുമ്പോൾ പോലും നമുക്കറിയാമല്ലോ സാധാരണ രാഷ്ട്രീയ സംഘടനകളുടെ ഒരു പൊതു സ്വഭാവം. അവർക്ക് സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടാകും, ജില്ലാ ഘടകങ്ങളുണ്ടാകും. ആ ജില്ലാ ഘടകങ്ങൾക്ക് കീഴിൽ മണ്ഡലമോ ലോക്കൽ കമ്മിറ്റികളോ അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഉണ്ടാകും. അങ്ങനെയുള്ള കൃത്യമായ ഒരു സംഘടനാ സംവിധാനം യഥാർത്ഥത്തിൽ 2020 ഇല്ല. 2020 അപ്രമാദിത്വം പുലർത്തുന്ന കിഴക്കമ്പലം പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും അങ്ങനെയുള്ള കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള കമ്മിറ്റികളും ഇല്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റ് കമ്മിറ്റികൾ, അതായത് ഘടകങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവരുടെ ഘടക സംഘടനകൾ ഉണ്ട്.
അത് ചിലപ്പോൾ വനിതാ സംഘടനകളാകാം, ചിലപ്പോൾ യുവാക്കളുടെ സംഘടനകളാകാം. നമുക്കറിയാം ഇപ്പോൾ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. അവർക്ക് CPM-മായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ് എന്നൊക്കെ SFI പറയുമ്പോഴും CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൃത്യമായ വിദ്യാർത്ഥി സംഘടനയാണ് SFI. AISF എന്ന സംഘടന CPI-യുടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.